വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ചന്ദ്രയും പിന്നെ റാണിയും കൂടി പ്രകാശിനെ കാണാനായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. റാണിയാണെങ്കിൽ തൻ്റെ ഫോണിൽ വീണ്ടും റീൽ എന്നോണം വീഡിയോ ഓൺ ആക്കിയിട്ട് ഇവിടെ ചന്ദ്രികയാണെങ്കിൽ രമണനെ കാത്തു നിൽക്കുകയാണ്. രമണൻ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. വരുമോ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ഓണാക്കി എടുക്കുകയാണ്. അന്നേരം ചന്ദ്ര ഇതൊക്കെ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് സ്കൂട്ടിയിൽ പ്രകാശൻ എത്തുന്നുണ്ട്. അന്നേരം എന്താ നമ്മുടെ രമണൻ എത്തി എന്നിങ്ങനെ പറഞ്ഞ് വീഡിയോ ഓഫ് ചെയ്യുകയാണ്. അന്നേരം രമണനോ പേരൊക്കെ മാറ്റിയോ എന്ന് ഇങ്ങനെ പ്രകാശ് ചോദിക്കുന്നുണ്ട്. അന്നേരം ചുമ്മാ ഒരു രസം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇതാണ് ഞാൻ താമസിക്കുന്ന വീട്ടിലെ കുട്ടിയാണ്, പേര് റാണി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നിങ്ങൾ സംസാരിക്കും എന്ന് പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, ആദ്യമേ ഒരു താങ്ക്സ് ഉണ്ട് എൻ്റെ ചന്ദ്രയെ പൊന്നുപോലെ നോക്കുന്നതിന്, സുരക്ഷിതമായിട്ട് താമസിപ്പിക്കുന്നതിന് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നിങ്ങൾ സംസാരിക്കുക, എനിക്ക് ഫോൺ ചെയ്യാനുണ്ട്, സ്വർഗത്തിലെ കട്ടവും പാവാതിരിക്കാൻ അതല്ലേ നല്ലതെന്നും പറഞ്ഞ് റാണി ഇങ്ങ് മാറിപ്പോകുന്നുണ്ട്. തുടർന്നാണെങ്കിലും ഇനി എന്താ നമ്മുടെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അന്നേരം നിനക്കും നിൻ്റെ ഏട്ടനെ പോലെ ഞാൻ കൈയൊഴുന്ന സംശയം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഏട്ടൻ അങ്ങനെ വല്ലതും പറഞ്ഞോ? അന്നേരം പറഞ്ഞോന്നോ, അടിച്ചില്ലെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അന്നേരം ഏട്ടൻ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, നേരെ സംസാരിക്കാനൊന്നും അറിയില്ല, ചിരിക്കുന്നത് തന്നെ വല്ലപ്പോഴുമാണ്, വേനലിൽ പെയ്യുന്ന മഴ പോലെ എന്ന് പറയുമ്പോൾ ഇത് അങ്ങനെയൊന്നും അല്ല, ഇടിവെട്ടായിരുന്നു, ഇടിവെട്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അന്നേരം പിന്നെ നിൻ്റെ അച്ഛനാണെങ്കിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ്, കല്യാണം കഴിക്കുമെന്ന് ആഗ്രഹിച്ചോ അതുതന്നെയാണെന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാമല്ലോ എന്ന് ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. തുടർന്ന് എന്താ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കല്യാണം കഴിഞ്ഞാൽ കേരളം വിട്ടു പോകണം, എനിക്ക് തമിഴ്നാട്ടിലെ ഒരു ഹോസ്പിറ്റലിൽ പിന്നെ ജോലി ശരിയാക്കാമെന്ന് സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, മധുരയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് അങ്ങോട്ടത്തേക്ക് പോകാം, അല്ലാതെ ഇവിടെയൊന്നും വടിവാളും വെട്ടും കുത്തുമൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടുപടിക്കൽ തന്നെ ഉണ്ടാവും, ഒരു സ്വസ്ഥതയും തരില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണമെന്നൊക്കെയാണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ റാണി വരുന്നുണ്ട്. അന്നേരം കഴിഞ്ഞില്ലേ, പെട്ടെന്ന് കൊണ്ട് ചെല്ലണമെന്നാണ് ഓർഡർ, ഇവിടെ അങ്ങനെ അധികം നേരം നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് അതിലാണെങ്കിൽ സ്വാമി അതുവഴി ഇങ്ങനെ കാറി പോകുമ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് വണ്ടി നിർത്തുമെന്ന് പറഞ്ഞ് സ്വാമി പറയുന്നുണ്ട്. നമ്മുടെ ചന്ദ്രകുഞ്ഞല്ലേ എന്നിങ്ങനെ ഡ്രൈവറോട് ചോദിക്കുകയാണ്. ഡ്രൈവർ പറയുന്നുണ്ട്, കൂടെ നിൽക്കുന്ന പെണ്ണെ മനസ്സിലായോ, തല്ലുള്ളി വേലായുധൻ്റെ മകളാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവർ വേലായുധൻ്റെ മകളുടെ കൂടെയാണ് കൂട്ട്, അവിടെ ആയിരിക്കും എന്നുള്ള അവരുടെ മനസ്സിലാകും. അന്നേരം വണ്ടി എടുക്കുക എന്ന് പറഞ്ഞ് അവരോടൊന്ന് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഈ മഹേന്ദ്രൻ ഈ ചന്ദ്ര എവിടെയാണ് എന്നുള്ളത് അറിയുന്നതൊക്കെ. അതിനുശേഷം പറയുന്നുണ്ട്, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം, നമുക്ക് അധിക സമയമില്ല എന്ന് പറയുമ്പോൾ ശരി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് റാണിയാണെങ്കിൽ ചന്ദ്രയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതേ സമയം അവിടെ കുടുംബശ്രീ വീട്ടിലെ ശാരദാമ്മ ഇങ്ങനെ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ശ്യാമ അവിടെ നിന്ന് എന്തൊക്കെ അരിയുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, ഇതൊക്കെയാണ് പറയുന്നത്, ഭർത്താവിനോട് അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര നല്ല സ്നേഹമാണ്, ഒന്ന് മാറി നിൽക്കുമ്പോൾ അറിയാമുള്ള സ്നേഹമൊക്കെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നീ എന്താ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരാളുടെ കാര്യം പറഞ്ഞതാണ്, ഭർത്താവ് ഗൾഫിലാണ്, ഒരു മോളുണ്ട്, കാമുവിൻ്റെ കൂടെ ഒളിച്ചോടി എന്നൊക്കെ പറയുന്നത് കേട്ടു, ഇത്രയേ ഉള്ളൂ സ്നേഹം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം നീ വളഞ്ഞു കുത്തി മൂക്ക് പിടിക്കുകയൊന്നും വേണ്ട, നീ ആരെക്കുറിച്ചാണ് എന്താണ് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായല്ലോ, അമ്മയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി എന്നും പറഞ്ഞ് ഒരാളിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക, മാല ഇടുക, അതും ഒരു ഭൂലോക റൗഡിയായ ഡ്രൈവറുടെ കൂടെ, ഇത്രയേ ഉള്ളൂ സ്നേഹം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ മോളെ എനിക്കറിയാം, അവളുടെ ചിന്ത എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എനിക്കറിയാം, നീ എന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട എന്ന് പറയുകയാണ്. അന്നേരം കുഞ്ഞേച്ചി എന്ത് ചെയ്താലും അമ്മ സപ്പോർട്ട് ചെയ്യുകയല്ലേ ഉള്ളൂ, ബാക്കി തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരാണ് കുറ്റക്കാരല്ലേ, അമ്മയുടെ മോക്ക് എന്തും ആകാമല്ലോ, ഇതിപ്പോൾ അമ്മയുടെ അറിവും സമൂഹത്തോടും കൂടിയാണല്ലേ ഇതൊക്കെ നടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതേടി അവൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എനിക്കറിയാം, നിൻ്റെ അത്ര കുശുമ്പും കുഞ്ഞായ്മയൊന്നും അവൾക്കില്ല, അവൾ അന്നും ഇന്നും വിഷ്ണുവിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, പിന്നെ ശിവനോടൊപ്പം നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവളുടെ മാനമൊന്നും ഇടിഞ്ഞു വീഴില്ല, ഇത്രത്തോളം വ്യക്തത ഒരു അമ്മയ്ക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ മോളുടെ മനസ്സ് നല്ലത് തന്നെയാണ്, അത് നീയാണ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശ്യാമയങ്ങ് ആ ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ ശാലിനിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ശ്യാമയ്ക്ക് അതങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നുമില്ല. ശ്യാമ തിരിച്ചും പറയുന്നുണ്ട്, പക്ഷേ ശാരദാമ്മ അത് സമ്മതിച്ചു കൊടുക്കുന്നുമില്ല. ഈ സമയത്താണെങ്കിൽ ശാലിനി ഫോൺ ചെയ്യുകയാണ്. ശാലിനി ഓഫീസിലേക്ക് വണ്ടിയിൽ പോകുന്ന വഴിക്ക് കാറിലിരുന്നു കൊണ്ടാണ് ശാരദാമ്മയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം നീ ആ ഫോൺ ഇങ്ങോട്ട് എടുത്തേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അമ്മയുടെ മോള് തന്നെയാണ്, 100 ആയുസാണെന്ന് പറയുമ്പോൾ കളിക്കാതെ ഇങ്ങോട്ട് എടുക്കണേന്ന് പറഞ്ഞ് ശാരദാമ്മ ഫോൺ വാങ്ങുന്നുണ്ട്. അന്നേരം എന്തായി മോളെയും ചോദിക്കുമ്പോൾ ഈശ്വരൻ കാത്തു, വെഡിങ് ആനിവേഴ്സറിയും നടന്നില്ല, അച്ഛൻ വാങ്ങിച്ചു കൊണ്ടുവന്ന പിന്നെ മോതിരത്തിൻ്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, നടന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം ഫോൺ ഇങ്ങനെ മാറ്റി പിടിച്ചിട്ട് ശാരദാമ്മ ശ്യാമയോട് പറയുന്നു, നിനക്ക് സമാധാനമായല്ലോ, വെഡിങ് ആനിവേഴ്സറി നടന്നില്ല എന്ന് പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ മോതിരിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്,
അതൊക്കെ ബാക്കിയൊക്കെ ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാമെന്ന് പറയുന്നുണ്ട്. അന്നേരം രാഘവേട്ടൻ്റെ അവസ്ഥ എന്തുവാ എന്ന് ചോദിക്കുമ്പോൾ മുറിയിൽ കയറി കതകടച്ചിരിപ്പാണ്, ആരോഗ്യമോ പിന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു, ഇനി ഓഫീസിലെത്തിയിട്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. അതിനുശേഷം ശാരദാമ്മ ശ്യാമയോട് പറയുന്നുണ്ട്, ഇപ്പോൾ മനസ്സിലായിട്ട് നിനക്ക് ദൈവം ആരുടെ കൂടെയാണ്, എൻ്റെ മോയുടെ കൂടെ തന്നെയാണ്. പിന്നെ നീ സിനിമയിലും ഒക്കെ കണ്ടിട്ടില്ലേ ഓരോ നാടകങ്ങൾ, അതുപോലെ മാത്രം എന്നും കൂട്ടിയാൽ മതി. രാഘവേട്ടൻ്റെ അസുഖത്തിൻ്റെ കാര്യം കൊണ്ടല്ലേ, അല്ലാതെ എൻ്റെ മോള് അങ്ങനെ മറ്റൊരു വഴിക്ക് പോകില്ല എന്നിങ്ങനെ ശാരദാമ്മ തീർത്തു പറയുമ്പോൾ ശ്യാമ മുഖം വീർപ്പിച്ച് നിൽക്കുന്നേ ഉള്ളൂ. ഈ സമയം സ്വാമിയാണെങ്കിൽ ഓഫീസിലെത്തുന്നുണ്ട്. അന്നേരം മഹേന്ദ്രനാണെങ്കിൽ അവിടെ കണക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഏതൊരു ഫണ്ടിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഒരു ചെക്കിൽ കൂടി ഒപ്പിട്ടാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതുകൂടി മതിയല്ലേ, സ്വാമി ഒന്നും നാളത്തേക്ക് മാറ്റി വയ്ക്കില്ലല്ലോ, പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഓർമ്മയ്ക്ക് ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ലേ ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് സ്വാമി നിൽക്കുകയാണ്. അന്നേരം എന്നിട്ട് സ്വാമി മനഃപൂർവ്വം ഞാൻ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലി ഇതുവരെ ചെയ്തില്ല എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെന്ത് കാര്യം എന്നിങ്ങനെ സ്വാമി ആലോചിക്കുകയാണ്. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്വാമിക്ക് മറവിയുണ്ട്, ചന്ദ്രയുടെ കാര്യം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് ഞാൻ അന്വേഷിക്കുന്നുണ്ട് എന്നിങ്ങനെ സ്വാമിയോട് പറയുമ്പോൾ എന്നിട്ട് ഡ്രൈവർ പറഞ്ഞത് പിന്നെ നിങ്ങൾ ചന്ദ്രയെ കണ്ടു എന്നാണല്ലോ എന്ന്. അന്നേരം സ്വാമി ഒന്ന് തപ്പുകയാണ്. പക്ഷേ അവിടെ സ്വാമി മനഃപൂർവ്വം ചന്ദ്രയെ കണ്ടു എന്നുള്ളത് മഹേന്ദ്രൻ്റെ മുന്നിൽ ഒളിപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് മഹേന്ദ്രൻ മക്കളെ ഇല്ലാതാക്കും എന്നുള്ളതാണല്ലോ എടുത്തിരിക്കുന്നത്. അന്നേരം കൺമുന്നിൽ കണ്ടു വളർന്ന കുട്ടിയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ലാളിത്വം എന്ന് പറയുമ്പോൾ പിന്നെ ജനിപ്പിച്ച തന്തയ്ക്കില്ലാത്ത വേവലാതി ഒന്നും കണക്കപ്പിള്ളയ്ക്ക് എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയല്ലോ ഉണ്ടെങ്കിൽ പെൻഷൻ വാങ്ങിച്ച് വീട്ടിലിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട്. അന്നേരം മനഃപൂർവ്വം ഒളിപ്പിച്ച് വെച്ചതാണ് ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഡ്രൈവർ എന്തായാലും പണി ചെയ്തു, നിങ്ങൾ എന്തായാലും അവളെ വ്യക്തമായിട്ട് കണ്ടല്ലോ, അവനാണെങ്കിൽ അവരുടെ താമസ സ്ഥലം കൂടി കണ്ടുപിടിച്ചു, ആ തല്ലുകൊള്ളി വേലായുധൻ്റെ വീട്ടിലല്ലേ, എന്തായാലും കണ്ടുപിടിച്ച് സ്ഥലം കൊള്ളാം എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രനാണെങ്കിൽ ലാസറിനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് ആ തല്ലുകൊള്ളി വേലായുധൻ്റെ വീട്ടിൽ ചന്ദ്രയുണ്ട് എന്ന് പറയുമ്പോൾ ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ലാസർ ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം സ്വാമി ഇങ്ങനെ ആകെ ടെൻഷനിൽ നിൽക്കുകയാണെന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങളെ ശിവനെയും ചന്ദ്രയെയും മഹേന്ദ്രനെ അപകടപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് മനഃപൂർവ്വം അവിടെ ഒളിപ്പിച്ച് വെച്ച് തന്നെയാണ്. പക്ഷേ ഡ്രൈവർ പറഞ്ഞതുകൊണ്ട് മഹേന്ദ്രൻ അവിടെ അറിയുകയും ചെയ്തു. സ്വാമി ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ പറയുന്നുണ്ട് കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ വളർത്തി വലുതാക്കിയതാണ്, പക്ഷേ ചൊവ്വല്ല എന്ന് കണ്ട എന്താ ചെയ്യാനാന്നിങ്ങനെ പിറുപിറുത്തുകൊണ്ട് മഹേന്ദ്രൻ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ ഉപേന്ദ്രനാണെങ്കിൽ സുസ്മിതയെ കാണാനായിട്ട് ആശ്രമത്തിൽ എത്തുന്നുണ്ട്. അന്നേരം മനസ്സിന് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം വന്നാൽ അത് കൂടെ നിൽക്കുന്നവരെ കൂടെ അറിയിക്കേണ്ടത് ഉത്തരവാദിത്തമല്ലേ എന്നിങ്ങനെ ഉപേന്ദ്രൻ സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. അന്നേരം എന്തോ വലിയ ശുഭവാർത്തയാണല്ലോ കണ്ടെത്തിയിരിക്കുന്നത്, പുതിയ അപ്ഡേഷൻ എന്തോ ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ എൻ്റെ ചേട്ടച്ചാരാണെങ്കിൽ കളക്ടർ മേഡത്തിനെ കൊണ്ട് ആ ശിവൻ്റെ കഴുത്തിൽ മലയിടിക്കാൻ നോക്കി ചീറ്റിപ്പോയി, ഇപ്പോൾ ആളിപ്പോൾ കഥകടച്ച് വീട്ടിൽ ദുഃഖിച്ചിരിക്കുകയാണെന്നാണ് അറിഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഏട്ടനെ കണ്ട് ഒന്ന് ആശ്വസിപ്പിക്കേണ്ടത് അനിയനായ ഉപേന്ദ്ര സാറിന് അങ്ങനെ ഒരു കർത്തവ്യം ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ ഒരു തക്കം നോക്കി അവിടേക്ക് കയറി ചെന്ന് ആശ്വാസ വാക്ക് പറയുന്നതിനോട് സുസ്മിതയ്ക്ക് അങ്ങനെ ഒരു ചെയ്യുന്നതിനോട് എന്താണ് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അന്നേരം തീർച്ചയായും അതൊരു നല്ല കാര്യം തന്നെയാണ്. കൂടപ്പുറപ്പിന് ഒരു എന്തെങ്കിലും ആപത്തുണ്ടാകുമ്പോൾ എങ്ങനെ കുതിൽകൾ വെട്ടാം എന്നല്ല ആലോചിക്കേണ്ടത്, കൂടെ നിന്ന് ഒന്നുകൂടി മനസ്സെങ്ങനെ തളർത്താം എന്ന് തന്നെയാണ്. നമ്മുടെ കാശ് കൊണ്ട് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട് എങ്ങനെ സഹായിക്കാം എന്ന് തന്നെയാണ് നോക്കേണ്ടത്. ധൈര്യമായിട്ട് ചെന്നോളൂ, പറഞ്ഞ് കൂടുതൽ അടുപ്പിക്കാനും അങ്ങനെ ഉള്ള കാര്യങ്ങൾ അവർ കൂടുതൽ പിന്നെ രാഘവൻ നായരാണെങ്കിൽ ഉപേന്ദ്രനിലേക്ക് ആ ഒരു വിശ്വാസം പിടിച്ചു പറ്റാനുള്ള ആ ഒരു പ്ലാൻ തന്നെയാണ് അവരിവിടെ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഒരു ഡയലോഗ് ഇപ്പം ഞാൻ പറയും, ഈ സന്ദർഭത്തിൽ ഇവിടെ ആപ്റ്റായിരിക്കുന്നത് തന്നെയാണ്. ഒരു സിനിമ ഡയലോഗ് പോലെ തോന്നാം, നടേശ കൊല്ലണ്ട, അതുപോലെ അങ്ങോട്ട് ചെയ്തോളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ എന്തായാലും ഏട്ടനെ ആശ്വസിപ്പിക്കാനായിട്ടും കൂടെ നിൽക്കാനായിട്ടും രണ്ട് വാക്ക് പറയാനായിട്ട് എന്തായാലും ഈ അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് പോവുക തന്നെയാണെന്ന് പറഞ്ഞ് ഉപേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. സുസ്മിത ആകെ ചിരിച്ചും നിൽക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനിയും പ്രകാശനും കൂടി ഒരിടത്ത് വെച്ച് കാണുന്നുണ്ട്. അന്നേരം എന്തിനാ നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ഒരു ഓടതിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. വണ്ടി നിർത്തി രാമേട്ടനാണെങ്കിൽ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അന്നേരം ചേച്ചി ഞാൻ ചന്ദ്രയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, ചന്ദ്രയാണെങ്കിൽ ഇപ്പോൾ ചന്ദ്രയുടെ ആങ്ങള ശിവേട്ടനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നൊരു വാടക വീടെടുത്ത് താമസിപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് സ്വന്തമായിട്ട് ആരുമില്ല എന്നുള്ള ഒരൊറ്റ കാരണം തന്നെയാണ് അവളുടെ അച്ഛന് വിവാഹം കഴിച്ച് തരാത്തതും. അപ്പോൾ പിന്നെ അവൾ എനിക്ക് വിവാഹം കഴിച്ച് മതിയോ, ഉപേക്ഷിക്കാനായിട്ട് കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ നീ കാര്യം പറയുമെന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം പിന്നെ എൻ്റെ കൂടെ നിൽക്കാനായിട്ട് എൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് ചേച്ചി എന്നെ പഠിപ്പിക്കുകയും ആവശ്യം വന്നോ പഠിപ്പിക്കുകയും ചേച്ചിയുടെ ആഗ്രഹം പോലെ ഞാൻ ഡോക്ടർ ആവുകയൊക്കെ ചെയ്തു. അപ്പോൾ ചേച്ചിയുടെ അനുഗ്രഹം എനിക്ക് വേണം. അന്ന് പെട്ടെന്നൊരു ചിലപ്പോൾ എനിക്ക് വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലോ, അതുകൊണ്ട് കല്യാണം കഴിഞ്ഞൊരു മധുരയിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ജോലി റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ പുറപ്പായിട്ട് എൻ്റെ സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ചേച്ചി വേണം എന്നിങ്ങനെ പറഞ്ഞ് ചേച്ചിയുടെ അനുഗ്രഹം വേണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാലൊക്കെ തൊട്ട് തൊഴുകയാണ്. അന്നേരം നീ എന്താ കാണിക്കുന്നത്, നിൻ്റെ കൂടെ ഞാനുണ്ടാവും, ചന്ദ്രയുടെ
കൂടെ അവളുടെ ആങ്ങള നിൽക്കുന്നത് പോലെ നിൻ്റെ കൂടപ്പിറപ്പായിട്ട് സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനുണ്ടാകും, നമുക്കിത് നടത്താം, ഏത് മഹേന്ദ്രനെ എതിർത്താലും നിൻ്റെ കൂടെ ഞാനുണ്ടാകും, നീ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കോ, ഞാനുണ്ടാകും എന്ന് പറഞ്ഞ് പ്രകാശിൻ്റെ കൈ പിടിച്ച് ശാലിനി വാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം പ്രകാശനാണെങ്കിൽ എവിടെ നിന്നോ കിട്ടിയ പോലെ ഒരു ധൈര്യം അങ്ങോട്ട് വരികയാണ്. അതെന്ന് പറയുന്നുണ്ട്, ഇനി ഞാൻ എന്തായാലും തോൽക്കില്ല, എനിക്ക് ഈ ഒരു ധൈര്യം മാത്രം മതി, ഇനി ഏത് പ്രതിസന്ധിയും ഞാൻ തരണം ചെയ്യും, അവളെ വിവാഹം കഴിക്കും, നന്നായിട്ട് ജീവിക്കുക തന്നെ ചെയ്യും, ഈ ഒരു ധൈര്യം മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ സന്തോഷത്തിൽ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ രാഘവൻ നായർ കതകടച്ച് തന്നെ ഇരിക്കുകയാണ്. കഥ തുറക്കുന്നില്ല. പിള്ളയാണെങ്കിൽ കഥവ് തട്ടി ഒരുപാടൊക്കെ പറയുന്നുണ്ട്. സാറേ ഇനിയിപ്പോൾ പിണങ്ങി ഇരുന്നിട്ട് എന്തിനാ, പിന്നെ എൻ്റെ ഒരു തെറ്റുകൊണ്ട് തന്നെയാണ് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ താൻ ഒരൊറ്റ ആൾ കാരണമാണ്, പോടോ പിള്ള എന്നൊക്കെ പറയും. കഥവ് തുറക്കില്ല എന്ന് പറഞ്ഞ് രാഘവൻ നായർ വാശി തന്നെ ഇരിക്കുകയാണ്. അന്നേരം ഭാമയും പൊന്നും കൂടി വരുന്നുണ്ട്. അന്നേരം ഞാൻ എത്ര പറഞ്ഞിട്ടും പറയാമെന്നൊക്കെ പറഞ്ഞു നോക്കി തുറക്കുന്നില്ല എന്നൊക്കെ പിള്ള പറയുകയാണ്. അന്നേരം ഒരു വിധത്തിൽ മുടങ്ങിയത് നന്നായില്ലെങ്കിൽ ഇതിനേക്കാൾ അനർത്ഥം ഇവിടെ സംഭവിച്ചതെന്നിങ്ങനെ ഭാമ പതിയെ പിള്ളയോടായിട്ട് പറയുന്നുണ്ട്. അന്നേരം ഞാനൊന്ന് വിളിച്ചിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഭാമയും കഥയിൽ തട്ടി വിളിക്കുകയാണ്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനിയിപ്പോൾ പിണങ്ങി ഇരുന്നിട്ട് എന്താ, രാഘവേട്ടൻ കഥ തുറന്നേന്ന് പറയുകയാണ്. എന്നിട്ട് ഞാൻ തുറക്കില്ല എന്ന് പറഞ്ഞ് വാശി തന്നെ ഇരിക്കുകയാണ്. നേരമാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് അൽമാരിയിൽ 2-3 തുണി എടുക്കാനുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ തുറക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ എങ്ങനെ ഭക്ഷണം കഴിക്കും ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും കഴിക്കുന്നില്ല, ഞാൻ പട്ടിണി കിടന്ന് ചാവാൻ പോവുകയാണ്, എല്ലാവരും കൂടി എന്നെ ചതിച്ചില്ലേ, ഞാനിത് വെറുതെ ഒന്നുമല്ല നടത്താൻ പോയത്, നടത്തിയില്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ജീവൻ ആപത്താണ്, അതുകൊണ്ട് തന്നെയാണെന്നും പറഞ്ഞ് അവൻ ആപത്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കരയുകയാണ്. അന്നേരം ഈശ്വര ഇതിപ്പോൾ അകത്ത് നിന്ന് കരയുകയാണല്ലോ, ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറക്കാനായിട്ട് എന്താ ഒരു വഴി എന്നൊക്കെ പറഞ്ഞ് ഭാമയൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോൾ അവിടെ വെളിയിലാണെങ്കിൽ ഉപേന്ദ്രൻ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം ആരോ വന്നു എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ പൊന്നി ഞാൻ പോയി നോക്കാമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം വീണ്ടും തട്ടിയിട്ട് ഭാമ പറയുന്നുണ്ട്, രാഘവേട്ട ആരോ വന്നു, കതവ് തുറന്നേ എന്നൊക്കെ പറയുമ്പോൾ എനിക്കാരെയും കാണണ്ട എന്നും പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ്. അന്നേരം പൊന്നിയെ കാണുമ്പോൾ ഇതെന്താ പുറത്തേക്ക് ആരും ഇല്ലല്ലോ, ഏട്ടൻ എവിടെ എന്നിങ്ങനെ ഉപേന്ദ്രൻ ചോദിക്കുമ്പോൾ വെഡിങ് ആനിവേഴ്സറി മുടങ്ങിയാൽ അകത്ത് കയറി കഥകടച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആൾ സ്ഥലത്തില്ലാതെ എന്തോന്ന് വെഡിങ് ആനിവേഴ്സറി എന്നും പറഞ്ഞു ഉപേന്ദ്രൻ എങ്ങ് അകത്തേക്ക് കയറുന്നു. ഇത്രയും ആകുമ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പക്ഷേ അവിടെയാണെങ്കിൽ ഉപേന്ദ്രൻ അവിടെ വന്ന് മയക്കുകയാണ് ചെയ്യുന്നത്, കാര്യമൊക്കെ പറഞ്ഞ്. അങ്ങനെ രാഘവൻ നായർ കഥക് തുറക്കും. വീണ്ടും ഒരു ഉപേന്ദ്രൻ്റെ ചതിയിൽ രാഘവൻ നായർ വീഴുകയാണ് ചെയ്യുന്നത്. ഇനി അതോടുകൂടി രാഘവൻ നായർക്ക് ഒരു വെളിവ് വീണാൽ മതിയായിരുന്നു, ഉപേന്ദ്രനെ കൊണ്ടുപോയി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ. അതെന്താകും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.